ഇന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുകയായിരുന്നു. അവർ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് 3 നിർമ്മിതികളാണ് നാടിന് സമർപ്പിക്കുന്നത്. ഒന്ന്, രാജ്യത്തിന് തന്നെ മാതൃകയായ ചെല്ലാനത്തെ തീരസംരക്ഷണ പദ്ധതി. അടുത്തത്, ദക്ഷിണേന്ത്യയിൽ കായലിന് മീതെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമായ പെരുമ്പളം പാലം. മൂന്നാമത്തേതെന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ സെമി എലിവേറ്റഡ് ഹൈവേ മാതൃകയിലുള്ള റോഡായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്നാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അതായത് ഈ പറഞ്ഞ 3 പദ്ധതികളും ഇന്ന് മാർച്ച് 7-ാം തീയതി നാടിന് സമർപ്പിക്കുന്നു. നമ്മുടെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഈ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഒരു 10-15 ദിവസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അടുത്ത 2-3 മാസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കുമെന്ന് ജനം വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിനു മുന്നോടിയായി കഴിഞ്ഞ 5 വർഷം 5-10 വർഷത്തോളം മുന്നിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് ഈ അവസാന നിമിഷം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു, വികസനങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള ചോദ്യമാണ് ജനം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് ചോദ്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാര്യം ഇത്തരത്തിൽ തങ്ങൾ ഈ പോകുന്ന പോക്കിൽ ഒരു ഉദ്ഘാടന മാമാങ്ക ഘോഷയാത്ര ഇവിടെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്ന പദ്ധതിയാണെന്ന് മാത്രമേ സാധാരണക്കാരന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൂ. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് മേഘ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇങ്ങനെ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ പദ്ധതികൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ ഊരാളുങ്കലിന് സർക്കാരിൻ്റെ കാശ് എത്രത്തോളം ഈ ഭരണകാലത്ത് കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഓഡിറ്റ് നടത്തിയാൽ കോടിക്കണക്കിന് രൂപ ഊരാളുങ്കലിന് ഇവർ മറിച്ചു കൊടുത്തിട്ടുണ്ട്. ഊരാളുങ്കൽ ആരാ? ഇവരുടെ ആരാ? CPM ആരാ? ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സർക്കാർ. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ കണ്ടിരുന്നു, ക്ഷേമ പെൻഷൻ പെട്ടെന്നൊരു ദിവസം അങ്ങ് കൂട്ടുകയാണ്. എന്നിട്ട് അതിന്റെ പേരിൽ കുറച്ച് വോട്ടുകൾ ലഭിക്കുമെന്നുള്ള വലിയ വ്യാമോഹം അവർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനി ഒരു തുടർ ഭരണം വേണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPM എന്ന പാർട്ടിയും അതിയായി ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഇലക്ഷന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെന്ന് ജനത്തിന് മനസ്സിലാകില്ലേ? ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് വർഷങ്ങളാകുന്നു, ദിവസങ്ങൾ മാസങ്ങളൊക്കെ കഴിയുന്നു. ഇപ്പോഴാണ് അവിടെ ഈ പറഞ്ഞ ടൗൺഷിപ്പ് ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ അതിന് പ്രചാരണം ലഭിക്കുന്നു. പണ്ട് സുനാമി ഉണ്ടായ കാലത്ത് ഉമ്മൻചാണ്ടി കൊടുത്ത വീടുകളല്ല ഇപ്പൊ കൊടുത്തതെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും ഖജനാവിൽ നിന്ന് എടുത്താണ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പാവപ്പെട്ടവൻ കൊടുത്ത പണം എടുത്താണെന്ന് ഈ പറഞ്ഞ വയനാട് ടൗൺഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ടൗൺഷിപ്പിന്റെ താക്കോൽ ദാനമൊക്കെ വൈകിപ്പിച്ചതിൽ ഒരു രാഷ്ട്രീയമില്ലേ? ഈ വരുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നൊരാൾ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയുമോ? തീർച്ചയായും തിരഞ്ഞെടുപ്പിനെ കണക്കാക്കി തന്നെയാണ് ഈ ഫ്രീ ബീസ് എന്നൊക്കെ തന്നെ ഇതിനെ നമുക്ക് പറയേണ്ടി വരും. ഫ്രീ ബീസ് എന്ന് പറയുന്നത് ആരാണ് ഇത്? ആരുടെ കാശെടുത്താണ് ഫ്രീ ബീസ് ചെയ്യുന്നത്? ഈ നമ്മുടെ കാശല്ലേ? നമ്മുടെ കാശെടുത്ത് ചെയ്യുന്നില്ലേ? ഇവർ ചെയ്യുന്ന ഔദാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം നമുക്കിത് പറയാതെ പോകാൻ കഴിയില്ല. കാര്യം ഈ പറയുന്ന രീതിയിൽ PSCയിൽ പ്രായപരിധി വർദ്ധിപ്പിച്ചിരിക്കുക. 40 വയസ്സാണ് ഇപ്പോൾ പറയുന്നത്, അല്ലേ? 40 വയസ്സോ 41 വയസ്സോ വരെയോ OBC-ക്കാർക്ക് എഴുതാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് PSCയുടേത് മാത്രമല്ല, നിങ്ങൾ ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഈ പറയുന്ന പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവർ തന്നെ ഭരിക്കുന്ന സമയത്ത് 55 വയസ്സ് 58 ആകാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എതിർത്തത് ഇവരുടെ സഖാക്കൾ തന്നെയല്ലേ? അല്ലേ? അപ്പൊ ഇതെല്ലാം പിണറായി കമ്പനിയുടെ ഫ്രീ ബീസ് ആണ്. ഫ്രീ ബീസ് ആരാ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്രീ ബീസ് ബീഹാറിൽ നമ്മൾ കണ്ടല്ലോ, നിതീഷ് കുമാർ ചെയ്തത്, അല്ലേ? അന്ന് അവിടെ BJPയുടെ ഒരു അടവ് നയമല്ലേ ഇത്? അല്ലെ, BJPയുടെ ഒരു അടവ് നയമല്ലേ ഇത്? സോഷ്യലിസ്റ്റ് എന്നവർ പറയുകയാണെങ്കിലും സോഷ്യലിസമാണോ ഇവർ ചെയ്യുന്നത്? നമ്മുടെ കാശ്, നമ്മുടെ നികുതി പണം എടുത്താണ് ഇത് കൊടുക്കുന്നത്. ഇത് ജനത്തിന് മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് ധരിക്കാൻ പറ്റുമോ? ഇത് ജനത്തിനെ പറ്റിക്കാനാണെന്നുള്ളത് മനസ്സിലാകില്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഈ പറയുന്ന പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു, അത് ആരെ തോൽപ്പിക്കാനാണെന്ന് മേഘയ്ക്ക് അത് മനസ്സിലായോ? ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിൽ ഉണ്ടായ വിവാദ ഓർമ്മയുണ്ടല്ലോ. അന്ന് ഈ മുഖ്യമന്ത്രി ആകെപ്പാടെ മുഖ്യമന്ത്രിയെ ചവിട്ടിക്കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. CPI തന്നെ ചവിട്ടിക്കൂട്ടിയ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന ആ നാടകങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആലപ്പുഴയിൽ ഗസ്റ്റ് ഹൗസിൽ മന്ത്രിമാർ രാജ ഉൾപ്പെടെ എല്ലാവരും കാണാമെന്ന് അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ തോറ്റിട്ടില്ല എന്ന് കാണിക്കാനായല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന ഒരു നിയമസഭാ സമ്മേളനത്തിൽ പറയേണ്ട കാര്യമാണല്ലോ ഇത് പറയേണ്ടത്. അത് ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? അപ്പൊ ജയിക്കാൻ വേണ്ടി ഇനി ഒരിക്കൽ കൂടി അവർക്ക് ഭരണത്തിലേക്ക് വരാനായി ഈ ഫ്രീ ബീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചേർന്നതല്ല. അപ്പൊ പാർലമെന്ററി തലത്തിൽ ഇനിയും അവർക്ക് സൂക്ഷിക്കണം. അതിന് ഈ പറയുന്ന ജനങ്ങൾ
മടയരാണോ എന്നുള്ളത് ഇവർ ചിന്തിക്കേണ്ടതാണ്. അതെ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വയനാട് ടൗൺഷിപ്പ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ചെയ്യുന്നത് ജനത്തിന്റെ നികുതി പണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ജനത്തിന് അനുവദിച്ചിരിക്കുന്ന പണത്തിൽ നിന്ന്, പൊതു ഖജനാവിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്ന കാശ. അതെ, ഞാനും ചേട്ടനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൊടുക്കുന്ന പൈസ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതൊരു CPM പരിപാടിയായി മാറുന്നില്ല. ഇതൊരു CPM-ന്റെ പരിപാടിയാണ്. CPM ആണ് വീട് വെച്ച് നൽകുന്നത്, നമ്മുടെ ഇടതുപക്ഷം ആയതുകൊണ്ട് വീട് വെച്ച് നൽകുന്നു എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം എത്തിപ്പെടുന്നത് വോട്ട് രാഷ്ട്രീയത്തിൽ തന്നെയാണ്. വോട്ടാണ് ആവശ്യം, വോട്ടിന് വേണ്ടി അവസാന നിമിഷം കുറച്ച് പൂശൽ പരിപാടികൾ നടത്തുന്നു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം വോട്ടായി മാറുമെന്ന് വിശ്വസിക്കുന്നു? ഒരിക്കലുമില്ല. ഇതൊന്നും വോട്ടായി മാറാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അത്ര മടയന്മാരുന്നില്ല. ഇപ്പൊ MM മണി പറഞ്ഞു എല്ലാം വാങ്ങി തിന്നുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചെന്ന്. അത് എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണിക്കഴിഞ്ഞ് ഫലം വന്ന് മണിക്കൂറുകൾ പോലും കഴിയുന്നതിന് മുൻപാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. മേഘ, ഈ പറയുന്ന ഭൂരിപക്ഷ വോട്ടാണ് CPM-ന്റെ വോട്ടെന്ന് പറയുന്നത്. ഈ ഹിന്ദു വോട്ട് ഇത്തവണ കിട്ടില്ല എന്ന് ഇവർ വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അവരെ സഖാവ് ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പത്മകുമാർ ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പത്മകുമാർ ജയിലിൽ നിന്ന് ഇറങ്ങിയതോ ഈ സ്വർണ്ണക്കൊള്ളയോ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം മറക്കുമെന്ന് കരുതുന്നുണ്ടോ? അതിൽ പറയും ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാകാനുണ്ടോ? ഇവർക്ക് വേറെ ഒന്നും ഉണ്ടാകാനില്ല. അപ്പൊ ഈ പറയുന്ന ഫ്രീ വീസ് കൊടുക്കുന്ന പിണറായി കമ്പനിക്ക്, പിണറായി ഒരു സോഷ്യലിസ്റ്റ് ആണോ എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് ഒന്നുമല്ല. ചങ്ങാത്ത മുതലാളിമാരെ കഥയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊന്നും കാണിച്ചെന്ന് പറഞ്ഞൊന്നും ഒരു ചുക്കും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഒരു ചുക്കും നടക്കില്ല. ഈ പറയുന്ന MM മണിയുടെ വാചകം എല്ലാം വാങ്ങി തിന്നുകൊണ്ട് മിണുങ്ങിക്കൊണ്ട് ഞങ്ങൾക്കെതിരെ. സാർ, ബഹുമാനപ്പെട്ട സാർ മണി സാർ, നമുക്ക് പറയാനുള്ളത് MM മണി സാർ, താങ്കളോട് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പറ്റിക്കാൻ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ഫ്രീ ബീസ് കൊണ്ട് കഴിയില്ല. നമ്മൾ നാടൻ ഭാഷയിൽ നമ്മൾ പറയും കിഡ്നി എന്ന് പറയും. നമ്മൾ ജനത്തിന് കിഡ്നി ഉണ്ടെന്ന് പറയും. അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ടതെന്ന് ഞങ്ങളെ കൊണ്ട് പറഞ്ഞു പറയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കളോട് പറയാനുള്ളത് ഇതൊന്നും ഏശില്ല സാർ, ഇതൊന്നും ഏശില്ല. ഇതൊക്കെ ഏശാണെന്നുണ്ടെങ്കിൽ ഇവിടെ അരിയാഹാരം കഴിക്കുന്നവരാണ് താങ്കൾ. പിണറായി കമ്പനി ഇത് നമ്മൾ കണ്ട എന്താണ്? പാല ഉദ്ഘാടനം ചെയ്യാൻ മരുമകനും അമ്മാവനും കൂടെ അല്ലേ വന്നേ. സുധാകരനെ കാണില്ല എന്ന് നമ്മൾ ഇവിടെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, സുധാകരനെ കാണില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണില്ല. എന്തുകൊണ്ട് കാണില്ല എന്ന് പറഞ്ഞു? പിണറായി വിജയൻ കാണില്ല, കാണേണ്ട ആവശ്യമില്ല. അതാണ് പിണറായി. ഇപ്പോ പൊതുമരാമത്ത് മന്ത്രി നമ്മുടെ മുഹമ്മദ് റിയാസ് റീലുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ പെരുമ്പളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുമ്പോൾ തടിച്ചുകൂടിയ ജനക്കൂട്ടം, അവിടെ വലിയ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് റീലുകൾ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് ഇത്രത്തോളം ജനസ്വീകാര്യത ഉണ്ടോ? അത് പണം കൊടുത്തിറക്കിയ കൂലിപ്പട്ടാളമാണോ എന്നതും കൂടെ പരിശോധിക്കേണ്ടിയില്ല. ഇത് എത്ര നാളത്തെ ശ്രമമാണെന്നറിയാം. ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ലാഭവീതം പങ്കുപറ്റാനായി CPM കഴിഞ്ഞ എത്രയോ നാളുകൊണ്ട് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഇതിന് തറക്കല്ലിട്ട് തന്നെ സുധാകരൻ തന്നെയല്ലേ. സുധാകരൻ പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. സുധാകരനെ നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ സുധാകരന്റെ FB-ൽ ലൈവ് വന്നുകൊണ്ടിരുന്ന സ്ഥാനത്തിന് ഇന്ന് നടന്നൊരു സംഭവമാണ്. അത് കണ്ടില്ലായിരുന്നോ? അപ്പൊ നമുക്ക് ഇതിൽ ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, കാര്യം കാണാൻ. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജോലിയുടെ ഭാഗമായി നമ്മൾ ചെയ്തിട്ടുള്ളവരാണ്. വോട്ട് കിട്ടാൻ വേണ്ടി ഇത്രയും ഒരു അളിഞ്ഞ രാഷ്ട്രീയം, സത്യത്തിൽ വോട്ട് രാഷ്ട്രീയം എന്ന് തന്നെ പറയാം. ഇത് ബീഹാറാണോ? ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഭൂരിപക്ഷ വോട്ട് തങ്ങളിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നലെ അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇന്ന് കാന്തപുരത്തെ കാണാൻ പോയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു. എടുക്കാവുന്ന അടവുകൾ പലതും എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതിൽ മനസ്സിലാക്കാനുള്ളത്, മേഘ പറയുന്ന രീതിയിൽ അധികാരം പോയാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അധികാരം പോയാൽ എന്ന് പറയുന്നത് ബാക്കി നമ്മൾ എന്ത് പറയും? എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാര്യം 25 കാറ്. ഈ ചൂരൽമലയുടെ കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചു പറഞ്ഞു. കാലിലിട്ടിരിക്കുന്ന ഷൂസിൽ മണ്ണ് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങി നിന്ന രംഗം നിങ്ങൾ കണ്ടായിരുന്നോ? അമേദ്യത്തിൽ ചവിട്ടി നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ആ സ്ഥലത്ത് അന്ന് നിൽക്കുന്നത്. അത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. സാധാരണക്കാർക്ക് ജനത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം മറവിയാണ്. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു അത് മാത്രമേ ജനത്തിന്റെ മനസ്സിലുള്ളൂ. അപ്പോൾ അത് നമ്മൾ റിമംബറൻസിൽ വരണം, നമ്മുടെ ഓർമ്മകളിൽ വരണം. അപ്പൊ അതുണ്ടാകണം. അത് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന പിണറായി കമ്പനിയുടെ ഇത്തരം ഫ്രീ ബീസ് വോട്ടായി മാറും എന്ന് കരുതാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്.